ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കൂൾ ബുക്കാണ്. SCERTയുടെ ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചു, അതിനുശേഷം വിദേശ ആളുകളെത്തി, യൂറോപ്യന്മാരും അറബികളും ചൈനയും ഒക്കെ വന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യം കൈക്കലാക്കി. പിന്നീട് ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യാനന്തര യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ ഉണ്ടായി. അങ്ങനെ നമ്മുടെ ധീരദേശാഭിമാനികൾ രക്തം ചിന്തി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അവരിവിടെ ഉപേക്ഷിച്ചു പോയത് വെറും ദാരിദ്ര്യമുള്ള, തൊഴിലില്ലായ്മയുള്ള ഒരു ഇന്ത്യയായിരുന്നു. അപ്പോൾ ആ ഇന്ത്യയെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ദേശാഭിമാനികൾ തന്നെ, നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ തന്നെ പ്രവർത്തിച്ചു. പിന്നെ ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ വന്നു, പല ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ വന്നു, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ വന്നു, ബാങ്ക് വന്നു, അതുപോലെ നമ്മളുടെ ISRO പോലുള്ള ശാസ്ത്ര മേഖലയെ വികസിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വന്നു, നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വന്നു. നമ്മൾ ഇന്ന് കാണുന്ന നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ വളർച്ച വളരെ സുഖകരമായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യയെ എത്തിച്ച ഒരുപാട് കഠിന പ്രയത്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു എക്സാം എഴുതിയാലും നമ്മുടെ സിലബസിലുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥയും ഇന്നത്തേക്കുള്ള ആ ഒരു മാറ്റവും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഈ ഡയലോഗ് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. അപ്പോൾ ഇതാണ് ടാഗോർ പറഞ്ഞത്. അപ്പോൾ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെയാണ് ടാഗോർ പറഞ്ഞത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്ത്യ അവർ ഉപേക്ഷിച്ചു പോയി. അല്ലെങ്കിൽ 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ അവരിവിടുന്ന് പോയപ്പോഴത്തേക്ക് നമ്മളുടെ ഇവിടുത്തെ ഒരുപാട് സമ്പത്തുകളും നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യവും ഒക്കെ കവർന്നുകൊണ്ടായിരുന്നു അവർ പോയത്. അപ്പം ടാഗോർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടാഗോർ ഇനി 1941 ഇദ്ദേഹം നടത്തിയ നിരീക്ഷണമാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കേണ്ടി വരും, ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾക്കൊടുവിൽ പറഞ്ഞു. ഇനി കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളും തലയിലേറ്റ് നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രമുണ്ട്. അപ്പോൾ വിഭജന കാലത്ത് ഇന്ത്യയിലെ സാധാരണ ഒരു കാഴ്ചയായിരുന്നത് ഒരുപാട് ആളുകൾ പലായനം ചെയ്ത് പോകുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് വർഗീയ ലഹളകൾ നടന്നു. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ പ്രശ്നം വർഗീയ ലഹള തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സ്പ്ലിറ്റ് ആകുന്നു. അപ്പോൾ മുസ്ലിം ഹിന്ദു ആ ഒരു സ്പ്ലിറ്റ് വരുന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്കിടയിൽ വർഗീയതയുണ്ടായി. അപ്പോൾ വർഗീയതയാണ് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇന്നും ആ ഒരു ജാതി സ്പ്ലിറ്റിംഗ് ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ വർഗീയ ലഹളയാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ഇതുകൂടാണ്ട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ വന്നത്. അപ്പോൾ കൊൽക്കത്ത, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ ഇവിടങ്ങളിലൊക്കെ കലാപങ്ങൾ നടക്കുകയും രക്തരൂഷിതവുമായിരുന്നു. നമുക്കറിയാം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ സമയത്ത് ഗാന്ധിജി പഞ്ചാബിലെ നവഖാലിയിലായിരുന്നു. നവഖാലിയിൽ വെച്ച് ഇദ്ദേഹം അവിടുത്തെ വർഗീയ ലഹളയ്ക്കൊക്കെ എതിരെ പോരാടുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു വർഗീയ ലഹള നടക്കുന്നു, അതിൻ്റെ പേരിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളൊക്കെ ആക്രമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ സർവ്വത നഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമൊക്കെ 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു.
ഇനി നമ്മുടെ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം, അല്ലെങ്കിൽ 47 ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അർദ്ധരാത്രിക്ക്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 48 ജനുവരി 30 നമ്മുടെ ഗാന്ധിജി അന്തരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇതാരുടെ വാക്കുകളാണെന്ന് PSC നിരവധി തവണ ചോദിച്ചു. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാചകങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതാര് പറഞ്ഞു, ആരുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്, നെഹ്റുവാണ് ഈ വാക്കുകൾ സംസാരിച്ചത്. ഇനി ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 48 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥന യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ PSC ചോദിച്ചു, ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഉത്തരം ഡൽഹിയിലാണ്, പ്രാർത്ഥനാ യോഗത്തിലാണ്. ആരാണ് വധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു LKG കുട്ടികൾക്ക് പോലും അറിയാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എങ്കിലും PSC വളരെ അപൂർവമായൊക്കെ പണ്ടൊത്തിരി ചോദിക്കുമായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ആയി കട്ടിയായതുകൊണ്ട് അധികം കാണുന്നില്ല ഈ ചോദ്യം. നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ ഒരു അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ മരണവും. അപ്പോൾ ഗാന്ധിജിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണ് വധിച്ചത്. 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ വധിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു. പക്ഷേ ഇവിടെ അപ്പോഴും നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാരുമുണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ സംയോജിപ്പിച്ച് ഒരു വലിയ ഇന്ത്യ എന്ന രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു. നല്ലൊരു പാടുപെട്ട ഒരു ജോലി തന്നെയായിരുന്നു. കാര്യം പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യ എന്ന യൂണിയനിലേക്ക് ലയിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അത് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയുണ്ട്, അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്ക് മനുഷ്യനും അതുപോലെ VP മേനോനുമാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ കുറേ നാട്ടുരാജ്യങ്ങളും പിന്നെ ഒരു മെയിൻ രാജാവും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ രാജാക്കന്മാരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്തിയൊക്കെ ബ്രിട്ടീഷുകാരും മറ്റു യൂറോപ്യന്മാരും വന്ന് ഇവരെ പറ്റിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം അവരെ കൈക്കലാക്കിയ നമ്മുടെ രാജ്യം അവർ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ നാട്ടുരാജാക്കന്മാർ അതുപോലുണ്ട്, അവർ ഭരണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ ബ്രിട്ടൻ ചെയ്ത വല്ലാത്തൊരു കാര്യമാണിത്. അതായത് നാട്ടുരാജാക്കന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അതല്ലെങ്കിൽ നിങ്ങൾ പോയി പാകിസ്ഥാൻ യൂണിയനിൽ ചേർന്നോ, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇവിടെ നിന്നോ. അത് നമ്മളോട് ചെയ്തൊരു ചതിയായിരുന്നു. കാര്യം ഇവിടെ മാക്സിമം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ മുൻകൂട്ടി കണ്ട ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിനാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു VP മേനോൻ. അപ്പോൾ ഈ രണ്ട് പേരുകൾ കേരള PSC എപ്പോഴും ചോദിക്കും. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൻ്റെ അധ്യക്ഷനാണ് സർദാർ പട്ടേൽ, വല്ലഭായ് പട്ടേൽ, ഉരുക്ക് മനുഷ്യൻ, ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിനെ സഹായിച്ച മലയാളിയായിട്ടൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് VP മേനോൻ. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക, പട്ടേലും VP മേനോനും ചേർന്ന് എന്ത് ചെയ്തു, ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം ഇവയുടെയൊക്കെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു, കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്കതും നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. കാര്യം ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ അത് കാരണം എന്ത് ചെയ്തു, നാട്ടുരാജ്യങ്ങൾക്ക് വിചാരിച്ചു ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതാണ് ഭേദം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പ്രതിരോധമാണെങ്കിലും വിദേശകാര്യമാണെങ്കിലും വാർത്താവിനിമയമൊക്കെ നാട്ടുരാജ്യങ്ങളുടെ നിയന്ത്രണം ഇന്ത്യൻ്റെ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെൻറ് ആയിരിക്കും നിയന്ത്രിക്കുന്നത്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നത്. അത് PSC പണ്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു. ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നു? ഒന്ന് കാശ്മീർ, മറ്റൊന്ന് ഹൈദരാബാദ്, ഇനി ജുനഗഡ്. ഈ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ വിട്ടുനിന്നത്. അപ്പോൾ പിന്നീട് അനുരഞ്ജനത്തിലൂടെ, സൈനിക നടപടിയിലൂടെ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഫ്രാൻസ് ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും ഇവിടെ നിന്ന് പിന്നീടാണ് പോയത്, അല്ലേ? സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് കിട്ടിയെങ്കിലും ഫ്രാൻസ് ഇവിടെ നിന്ന് പോയത് 1954 പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാന, ഇത് ഇത്രയും ഫ്രാൻസിൻ്റെ പ്രദേശമായിരുന്നു. പോർച്ചുഗലിൻ്റെ പ്രദേശമായിരുന്നു ഗോവ, ദാമൻ ആൻഡ് ദിയു. അവർ 1961 ഇവിടെ നിന്ന് പോയത്. അപ്പോൾ 2 വിദേശ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നമുക്ക് തന്നതിന് ശേഷവും ഇവിടെ തുടർന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഫ്രാൻസാണ് 1954, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി. മറ്റൊന്ന് പോർച്ചുഗലാണ് 1961, ഗോവ, ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഈ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഫ്രാൻസാണ് അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി ഇവിടുന്ന് പോയത്. അപ്പോൾ 1954 ആയപ്പോഴത്തേക്ക് ഈ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനത്തിൽ നിന്ന് ഫ്രാൻസ് അങ്ങ് പോയി. എന്നാൽ എന്തൊക്കെ കണ്ടിട്ടും പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോയില്ല. ആദ്യം വന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. 1998 മെയ്യിൽ വാസ്കോഡ് ഗാമ ഇവിടെ എത്തുന്നു. അവസാനം പോയതുമാര് തന്നെയാണ് പോർച്ചുഗീസുകാർ. 1961 ഡിസംബർ 19 ഇവിടുന്ന് ഇവർ പോകുന്നത്. അപ്പോൾ സൈനിക നടപടി വേണ്ടി വന്നു ഈ പോർച്ചുഗീസുകാരെ ഇവിടുന്ന് ഓടിക്കാൻ. പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഈ ഒരു സൈനിക നടപടിയിലൂടെ മാത്രമാണ് പോർച്ചുഗീസുകാരെ ഇന്ത്യ വിട്ടു പോയത്. ഗോവയും ദാമൻ ആൻഡ് ദിയും അവരുടെ പ്രദേശങ്ങളായിരുന്നു. ഇനി വിഭജനം സിനിമയിൽ. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. ഈ പേരുകൾ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും PSC എക്സാമുകൾക്ക് ഇപ്പോൾ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ഋത്തിക് ഘട്ടക് ഇദ്ദേഹം സംവിധാനം ചെയ്ത മേഘെ ദാക്കധാര എന്നൊരു സിനിമ, MS സത്യു ഗരം ഹവ എന്നൊരു സിനിമ, ഗോവിന്ദ് നിഹലാനി തമസ് എന്നൊരു സിനിമ, പമേല റൂക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നൊരു സിനിമ. ഇതൊക്കെ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്തമായ സിനിമകളാണ്. അപ്പോൾ ഋത്തിക് ഘട്ടകിൻ്റെ മേഘെ ദാക്കധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ ഋത്തിക് ഘട്ടക്, മേഘെ ദാക്കധാര, MS സത്യു, ഗരം ഹവ, ഗോവിന്ദ് നിഹലാനി, തമസ്, പമേല റൂക്സ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇനി നമ്മൾ VP മേനോനിലേക്ക് പോകുന്നു. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിലൊക്കെ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ഇദ്ദേഹം ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പല ചുമതലകളും ഇദ്ദേഹത്തിന് ലഭിച്ചു. സർദാർ പട്ടേൽ, നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഇനി മലയാളിയായിട്ടുള്ള ഒരാൾ ആദ്യമായിട്ട് ഗവർണർ സ്ഥാനം വഹിച്ചത് VP മേനോനാണ്. 1952 ഒറീസയിലാണ് ഇദ്ദേഹം ഗവർണറായി ചുമതലയേറ്റത്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇദ്ദേഹം. അപ്പോൾ VP മേനോൻ ഒറ്റപ്പാലത്ത് പാലക്കാട് ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ്. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ജോലി നേടി. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? പല ജോലികളും ലഭിച്ചത്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഇനി നമ്മൾ പറയുന്നത് ഭരണഘടനയുടെ രൂപീകരണവും ആദ്യത്തെ പൊതുവായ തെരഞ്ഞെടുപ്പും. അപ്പോൾ നമ്മുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ്. 1946 ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കറാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു നമ്മുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യ അങ്ങനെ ഒരു റിപ്പബ്ലിക്കായി.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. അപ്പോൾ ഭരണഘടനാനുസൃതമായി ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന രൂപീകരണ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അധികാരി അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ പ്രസിഡൻ്റാണ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഒരു പ്രശ്നം നമ്മൾ കണ്ടു, വർഗീയ ലഹള. മറ്റൊരു പ്രശ്നം കണ്ടു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇനി മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യയിൽ ഈ ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നത്. ഭരണഘടന ഉണ്ടാക്കിയതിനു ശേഷമാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അത് പ്രകാരം നിലവിൽ വന്നത്. 1951-52 കാലയളവിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കറാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് നെഹ്റു. ഇന്ത്യയുടെ നമ്മുടെ നിയമനിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് രാജേന്ദ്ര പ്രസാദ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു. നാട്ടുരാജ്യങ്ങൾ സംയോജനം നടന്നു. അങ്ങനെ സംയോജിക്കാതെ കിടന്ന ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഇവർ മൂന്നും സംയോജിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. ഒരു നാട്ടുരാജ്യത്തിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസം. അപ്പോൾ 58 ദിവസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോറ്റി ശ്രീരാമലു തെലുങ്ക് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് മരണമടയുന്നത്. അപ്പോൾ ഇത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചു. 1953 രൂപീകരിച്ചു. എന്നാൽ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1956 നവംബർ 1-നാണ്. നമ്മുടെ കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 രൂപീകരിക്കപ്പെട്ടത്. 14 സംസ്ഥാനങ്ങൾക്ക് പുറമെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ 1956 നവംബർ 1 രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ 53 ഇവർ പെട്ടെന്ന് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്ധ്ര രൂപീകരിച്ചു. പിന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. HN കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ ഇവരായിരുന്നു മറ്റംഗങ്ങൾ. അപ്പോൾ 2 അംഗങ്ങളെ കൂടി നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? HM കുൻസ്രു ഉണ്ട്, KM പണിക്കറുണ്ട്. 2 പേര് നമ്മുടെ ഈ ഭാഷാടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫസൽ അലി കമ്മീഷനെ 2 പേരാണ് അസിസ്റ്റ് ചെയ്തത്. ആരൊക്കെയാണ്? ഒന്ന് KM പണിക്കർ എന്ന മലയാളി, മറ്റൊരാൾ HN കുൻസ്രു ആണ്. അങ്ങനെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 14 സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. പിന്നീട് പല സമയങ്ങളിലും സമയോചിതമായിട്ടും സന്ദർഭോചിതമായിട്ടും ഒക്കെ പല പ്രക്ഷോഭങ്ങളൊക്കെ കാരണം പല സംസ്ഥാനങ്ങളും ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുകയും സംസ്ഥാനങ്ങൾ ഇപ്പോൾ ജമ്മു കാശ്മീർ തന്നെ സ്പ്ലിറ്റായി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കും ജമ്മു കാശ്മീരും ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ പല മാറ്റങ്ങൾ വന്നു. ഇന്ന് നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇനി നമുക്ക് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ നോക്കാം. എന്താണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ?
സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്. ഇത് രണ്ടിലും ചേരാതെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് പൊതുമേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ അന്ന് നമ്മുടെ അമേരിക്ക, ബ്രിട്ടീഷ് അവരുടെയൊക്കെ ഒരു രീതി എന്ന് വെച്ചാൽ മുതലാളിത്ത ചേരി, എല്ലാം പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലായിരിക്കും. മറ്റു ജനങ്ങൾക്ക് ഈ പ്രൈവറ്റ് സേവനങ്ങൾ സ്വീകരിക്കാം. ഇനി ചൈന, റഷ്യ അവരുടെയൊക്കെ എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് രീതി, അതായത് എല്ലാം ജനങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സും അങ്ങനെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ അധീനതയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിത് രണ്ടും സ്വീകരിച്ചില്ല. നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റും പറ്റും ഗവൺമെൻറ്റും പറ്റും. അപ്പോൾ ഇത് രണ്ടും പറ്റുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ നമ്മളൊരു മിക്സഡ് എക്കണോമി എന്ന വ്യവസ്ഥയിലേക്ക് പോയി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണ കമ്മീഷൻ. ഇപ്പോൾ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് സംശയമുള്ളവർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് KSEB എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാൽ ചില തേയില കമ്പനിയൊക്കെ വരുമ്പം നമ്മൾ പഠിക്കാറുണ്ട്, ഇത് പ്രൈവറ്റ് ആദ്യമായിട്ട് കറണ്ട് ഉപയോഗിച്ചു എന്നൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ചില പ്രൈവറ്റുകാർക്കും എന്ത് ചെയ്യാം, കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് മുത്തൂറ്റ് പോലത്തെ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ രണ്ടും ഇവിടെ ഉണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സേവനങ്ങൾ പോയി സ്വീകരിക്കാം. ഗവൺമെൻറ് സ്കൂളും ഉണ്ട്, പ്രൈവറ്റ് ആളുകളുടെ സ്കൂളും ഉണ്ട്, എയ്ഡഡ് സ്കൂളും ഉണ്ട്, അൺഎയ്ഡഡ് സ്കൂൾ, അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള CBSE ICSE സ്കൂളുകളുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് തീരുമാനിക്കാം ഫ്രീ സ്കൂളിൽ പോകണോ അതോ പെയ്ഡ് സ്കൂളിൽ പോകണോ. പ്രൈവറ്റുകാരുടെ ആകുമ്പോൾ പെയ്ഡൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഹോസ്പിറ്റലും അങ്ങനെയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ഉണ്ട്, പ്രൈവറ്റിൻ്റെയും ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകണോ അല്ലെങ്കിൽ ലേക്ക് ഷോറോ അമൃത പോലത്തെ മറ്റ് ഹോസ്പിറ്റലുകളിൽ പോകണോ. അപ്പോൾ അത് നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീരുമാനിച്ച് ഇഷ്ടമുള്ളിടത്ത് പോകാൻ. രണ്ടും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആസൂത്രണ കമ്മീഷൻ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസർലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് ഇവർ അംഗങ്ങളായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യസമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. അങ്ങനെ 1950 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. 1950 മാർച്ച് 15 നമുക്ക് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നെഹ്റു ചെയർമാനായിരുന്നു, ഗുൽസർലാൽ നന്ദയായിരുന്നു വൈസ് ചെയർമാൻ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് ഇവർ അംഗങ്ങളായിരുന്നു. ഇനി സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ചു പഞ്ചവത്സര പദ്ധതികൾ. ഇത് വികസന പ്രക്രിയയ്ക്ക് ഒരുപാട് സഹായിച്ചു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് 1928 റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ ആരംഭിച്ചതാണ്. ജവഹർലാൽ നെഹ്റുവാണ് റഷ്യയിൽ നിന്ന് കടമെടുത്ത് നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്ത് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. 1951 മുതൽ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. എന്ന് പറയുമ്പോഴത്തേക്ക് 5 ആണല്ലോ. അപ്പോൾ 5 വർഷം ഒരു മേഖലയിലെ വളർച്ച നോക്കും, അടുത്ത 5 വർഷം അടുത്തത്. അങ്ങനെ നമുക്ക് മൊത്തം 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. 2017 വരെ ഇതുണ്ടായിരുന്നു. 15 ആയപ്പോഴത്തേക്ക് നമ്മൾ നീതി ആയോഗ് ആരംഭിച്ചു. നമ്മുടെ നരേന്ദ്രമോദിയാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി വിദ്യാഭ്യാസ പുരോഗതി കൊണ്ടുവന്നു, ഊർജ്ജോൽപാദനം കൊണ്ടുവന്നു, പുതിയ പല ഉൽപ്പാദനങ്ങൾ ഇവിടെ വരുന്നു. അപ്പോൾ സാമ്പത്തിക പുരോഗതി, വിദേശ രാജ്യങ്ങളുടെ സഹായമൊക്കെ ഇന്ത്യക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇവിടെ വന്നു. PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ് ഭിലായ്. BB ഓർക്കുക, ഭിലായിൽ B ഉണ്ട്, ബൊക്കാറോയിൽ B ഉണ്ട്, ബാസ്കിൻ റോബിൻസ് BB റഷ്യ. റൂർക്കേല ജർമ്മനി. ദുർഗാദേവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു ദേഷ്യം തോന്നുന്നു. അപ്പോൾ ബ്രിട്ടൻ. അപ്പോൾ നമ്മൾ ഭിലായി, ബൊക്കാറോ കണ്ടു, സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനിയാണ്, ദുർഗാപൂർ ബ്രിട്ടനാണ്. ഇനി ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിന്
വൻകിട അണക്കെട്ടുകളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ ജലം, വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യോർജ്ജം ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നമുക്ക് അണക്കെട്ടുണ്ടെങ്കിൽ കൃഷിക്ക് വേണ്ട ജലവും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ട ജലം ലഭിക്കും. പിന്നെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനെങ്കൽ പദ്ധതി. സ്വാതന്ത്ര്യേന്ത്യയുടെ ഒരു അഭിമാന പദ്ധതിയാണ് ബക്രാനെങ്കൽ പദ്ധതി. നമ്മുടെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ബക്രാനെങ്കൽ പദ്ധതിയാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. 55 പദ്ധതികൾക്കാണ് 1952 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിനാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചത്. 90 ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരുപാട് വ്യത്യാസമുണ്ടായി. അപ്പോൾ എഞ്ചിനീയറിംഗ്, കാർഷിക ഗവേഷണം, ടൂറിസം, ആസൂത്രണം, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ മേഖലകളൊക്കെ വന്നു. ഇനി നമ്മൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതി, വ്യവസായവൽക്കരണം, സാങ്കേതിക വിദഗ്ധർ ഒക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചു. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി രൂപീകരിച്ചു, കാർഷിക ഗവേഷണ സമിതി രൂപീകരിച്ചു, മെഡിക്കൽ ഗവേഷണ സമിതിയും രൂപീകരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി പദ്ധതികൾക്കൊക്കെ നേതൃത്വം നൽകിയത് ഹോമി ജെ ഭാഭയായിരുന്നു. ഹോമി ജെ ഭാഭയും SN ഭട്നാഗറുമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഹോമി ജെ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഹോമി ജെ ഭാഭ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും രൂപീകരിച്ചു. SN ഭട്നഗർ, ഹോമി ജെ ഭാഭ ഇവയൊക്കെയാണ് നമ്മളെ ഇതിന് സഹായിച്ചത്. ലോകോത്തര നിലവാരത്തിലുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ ഉണ്ടായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT വന്നു. 54-64 ഇടയ്ക്ക് സ്ഥാപിച്ചു. ശാസ്ത്ര സാമഗ്രികൾ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. അത് നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവസാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം, ഈ മേഖലകളിലൊക്കെ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. ഇനി നമ്മുടെ ബഹിരാകാശ ഗവേഷണം. സ്വാതന്ത്ര്യത്തിന് ശേഷം ബഹിരാകാശ ഗവേഷണത്തിന് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ഗഗൻയാൻ, ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതി, നമുക്ക് ഇന്ന് ISRO ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ച് നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയായിരുന്നു. പിന്നീട് നമ്മൾ രോഹിണി വിക്ഷേപിക്കുന്നു, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു, GSAT 27, GSAT, അതുപോലെ INSAT, EDUSAT, ഓഷ്യൻ സാറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ വിക്ഷേപിച്ചു. ഈ സ്വാതന്ത്ര്യാനന്തര ബഹിരാകാശ ഗവേഷണത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായ്, ഇവർ രണ്ടുപേര്, നെഹ്റുവും വിക്രം സാരാഭായും, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. അങ്ങനെ 1969 നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ISROയുടെ കീഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ശാസ്ത്ര ഗവേഷണങ്ങളും ബഹിരാകാശ ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് തുമ്പയിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചു. കേരളത്തിൽ തിരുവനന്തപുരത്ത് തുമ്പയിലാണ് ആദ്യമായിട്ട് റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രം സ്ഥാപിച്ചത്. ഇത് ഇന്ദിരാഗാന്ധി UN സമർപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമം. 1975 ഏപ്രിൽ 19 നമ്മൾ ആദ്യമായിട്ട് ആര്യഭട്ട എന്നൊരു ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അത് വോൾഗോഗ്രാഡ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ റഷ്യയിൽ നിന്നിട്ടാണ് ഇത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഒക്കെയാണ് അവ. ഇനി മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നിയും പൃഥ്വിയും. ഡോക്ടർ രാജാരാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവരൊക്കെയാണ് നമ്മളുടെ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾ നേതൃത്വം നൽകിയത്.
അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ മാനാണ് APJ അബ്ദുൽ കലാം, മിസൈൽ വനിതയാണ് ടെസി തോമസ്. ഇന്ത്യയുടെ റോക്കറ്റ് മാനാണ് K ശിവൻ, റോക്കറ്റ് വനിതയാണ് ഋതു കരുതൽ. ചന്ദ്രയാന്, മംഗൾയാന് ഇങ്ങനത്തെ ദൗത്യങ്ങളൊക്കെ നമ്മൾ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണമാണ് ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ ഇങ്ങനെ 5 രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. അപ്പോൾ വളരെ ദൂരെ എത്തിയത് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് മംഗൾയാൻ. ചന്ദ്രൻ്റെ ദൗത്യം ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 ആയി, 2 ആയി, 3 ആയി. ചന്ദ്രയാൻ 3 ഉടനെ പോകും. അപ്പോൾ P വീരമുത്തുവേൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ. ഇനി നമ്മൾ വിക്രം സാരാഭായിയെക്കുറിച്ചൊന്ന് പറയുന്നു. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു, ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം ഇതിൻ്റെയൊക്കെ ശില്പിയാണ് വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSC എന്നൊരു പേര് കൊടുത്തു. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, ഗവേഷകനാണ്. ശാസ്ത്രജ്ഞനായ ആദ്യ രാഷ്ട്രപതിയാണ്. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനിയായ SLV-3, PSLV ഇതൊക്കെ വികസിപ്പിച്ചു. അങ്ങനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാം. എന്താണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്? ഈ കേരള PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണ്. ഇതാര് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്? DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്ലാസ് മുറിയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനും ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെയൊക്കെ നിയമിച്ചു. അപ്പോൾ നമ്മൾ പല കമ്മീഷൻസിലേക്ക് പോവുകയാണ്. 3 കമ്മീഷൻസും PSC ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നിർദ്ദേശിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ പറഞ്ഞു. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്തു. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. അപ്പോൾ രാധാകൃഷ്ണൻ 48, 3 കാര്യങ്ങൾ: സ്ത്രീ വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹം നടത്തിയത്. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ 1952 സെക്കൻഡറി വിദ്യാഭ്യാസം +2 ഇതാണ് ഇദ്ദേഹം നടത്തിയ പഠനം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കി. ലക്ഷ്മണം അപ്പോൾ ലക്ഷ്യം ഭാഷ, ത്രിഭാഷ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ പറഞ്ഞു. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ നൽകി. അപ്പോൾ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം, ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ പറഞ്ഞു. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ പറഞ്ഞു. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇനി ഡോക്ടർ DS കോത്താരി. അപ്പോൾ കോത്താരിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണെന്ന്. ഇദ്ദേഹം പഠിച്ചത് ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ കോത്താരി കൊണ്ടുവന്നത് +1, +2 ഡിഗ്രി 10, 2, 3 മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കി. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ 10, +2 ഡിഗ്രി മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. ഇന്ത്യയെ ഒരു സഹസ്രാബ്ദത്തിലേക്ക് പുതിയ രീതിയിലേക്ക് നയിക്കുക. അപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകുക. അതുപോലെ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക. സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കി.
ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മീഷൻസ് പഠിച്ചു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1948, ലക്ഷ്മണസ്വാമി മുതലിയാർ 1962, DS കോത്താരി 1964. അതിനുശേഷം വിദ്യാഭ്യാസ നയം പഠിച്ചു 1986. വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി, ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ നമ്മൾ മൗലാന അബ്ദുൽ കലാം ആസാദിലേക്ക് വരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം ഇദ്ദേഹമാണ് രചിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകിയത് 1986 വിദ്യാഭ്യാസ നയം. ഓരോ ജില്ലയിലെ നവോദയ വിദ്യാലയങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം, പ്രൈമറി തലത്തിൽ സ്കൂളുകൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഇനി വിദ്യാഭ്യാസ നയത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. 2009 ഇന്ത്യയിൽ എന്ത് വരുന്നു? ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ മൗലികാവകാശം നിയമം പാസ്സാക്കി. 2010 ഏപ്രിൽ 1 ഈ നിയമം നിലവിൽ വന്നു. ഇനി നമുക്ക് സാംസ്കാരികമായ നേട്ടങ്ങൾ നോക്കാം. അതിനു മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവ ശിക്ഷാ അഭിയാൻ SSA, രാഷ്ട്രീയ മാധ്യമക് ശിക്ഷാ അഭിയാൻ, ഇവ സംയോജിപ്പിച്ച് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നൊരു പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നൊരു പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി. സാംസ്കാരിക നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് 1979 രൂപീകരിച്ചു. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം. അധ്യാപകർക്ക്, കുട്ടികൾക്ക് സാംസ്കാരിക വിനിമയം, വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാംസ്കാരിക കാര്യങ്ങൾ: സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ എല്ലാ ആസ്ഥാനം ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ന്യൂഡൽഹിയാണ് എല്ലാത്തിൻ്റെയും ആസ്ഥാനം. സംഗീത നാടകം എന്ന് പറയുമ്പം സംഗീതം അല്ലെ, മ്യൂസിക്. പിന്നെ നാടകം ഡ്രാമ. അപ്പം ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടത്. സംഗീതം, നാടകം പ്രോത്സാഹനമാണ് ഇതിൻ്റെ ലക്ഷ്യം. ലളിതകല വെരി ഇമ്പോർട്ടൻറ്റ്, PSC ചോദിച്ചു. ഇന്ത്യക്ക് അകത്ത് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ കലകളുടെ പ്രചാരമാണ് ഇതിൻ്റെ ലക്ഷ്യം. സാഹിത്യം എന്ന് പറയുമ്പോൾ സാഹിത്യം എന്താണ്? ലിറ്ററേച്ചർ, ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ളതാണ്. ഇത് സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുകയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു വായന വളർത്തുന്നു. ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്ത് വിദേശത്തൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി നമുക്ക് വിദേശ നയത്തിലേക്ക് പോകാം. നെഹ്റുവിൻ്റെ ഈ ഒരു വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരോടും സൗഹൃദപരമായി സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ലോകരാജ്യങ്ങളോട് ഇതാണ് പറയാനുള്ളതെന്ന് നെഹ്റു പറയുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നെഹ്റു പറഞ്ഞത് ഇതാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വളരെ സൗഹൃദപരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടെ, കൊളോണിയൽ വ്യവസ്ഥതയോട് എതിർപ്പാണ്. ആരും ആരുടെ അടിമയല്ല. വംശീയവാദത്തോട് വിദ്വേഷമാണ്. ഐക്യരാഷ്ട്രസഭ വിശ്വസിക്കുന്നു. സമാധാനപരമായി എല്ലാവരോടും സഹകരിക്കുന്നു. പഞ്ചശീല തത്വങ്ങൾ 1955 ഇന്ത്യ ചൈന ഒപ്പിട്ടു. 54
അപ്പോൾ ഈ പഞ്ചശീല തത്വങ്ങളിൽ നമ്മൾ കുറേ വിദേശ നയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമാധാനപരമായി സഹവർത്തിക്കണം, നമ്മൾ ആരുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിദേശ നയങ്ങൾ. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. നമ്മൾ മുതലാളിത്ത ചേരിയിലില്ല, തൊഴിലാളി ചേരിയില്ല, സോഷ്യലിസ്റ്റ് ചേരിയിലുമില്ല, നമ്മൾ ഒരു ചേരിയിലുമില്ല. നാം ചേരിചേരായ്മയാണ് നമ്മളുള്ളത്. പഞ്ചശീല തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1954 ഇന്ത്യ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായി. അപ്പോൾ നമ്മളും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രി ചൗ എൻ ലായുമായി ഒപ്പിട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ വിദേശ നയം വ്യക്തമായി പറയുന്നു, രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. പരസ്പരം ആക്രമിക്കരുത്. നമ്മൾ അയലത്തുകാരെ ആലോചിച്ചാൽ മതി. നമ്മുടെ അയലത്ത്, നമ്മുടെ അതിർത്തി അല്ലേ, നമ്മുടെ ഒരു മതിൽക്കെട്ടുണ്ട്, അപ്പുറം ഇപ്പുറം അത് ഓർക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടരുത്, പരസ്പരം ആക്രമിക്കരുത്, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ ഓടിച്ചാടിക്കറിപ്പോയി ഇടപെടരുത്, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, നമ്മളെല്ലാവരും ഈക്വലായിട്ട് കാണണം, നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം സഹായിക്കണം, സമാധാനപരമായി സഹവർത്തിത്വം പാലിക്കുക, നമ്മുടെ അയൽക്കാരാണ്, നമുക്ക് സമാധാനപരമായി അവരുമായി ഇടപെടുക. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ സ്ഥിരമായി ഒരു ചേരിയോടെയും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്തു, ചേരിചേരായ്മയിലാണ്, ചേരിചേരാ പ്രസ്ഥാനമാണ് നമ്മൾ വിശ്വസിച്ചത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. നാം 1955 ഇത് മീറ്റിംഗ് വരുന്നു ബെൽഗ്രേഡിൽ. 1961 ബെൽഗ്രേഡിൽ വെച്ചാണ് രൂപീകരിക്കുന്നത്. ബംഗൂങ്ങിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. അഭയാർത്ഥികളെക്കുറിച്ച് പഠിച്ചു, ലയന കരാർ, സർദാർ പട്ടേൽ, വി.പി. മേനോൻ, ഭരണഘടനാപരമായ പൊതു തെരഞ്ഞെടുപ്പ് കണ്ടു, ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനാ മിഷൻ, സാമ്പത്തികമായ നയങ്ങൾ, ശാസ്ത്ര പുരോഗതി, ഗവേഷണ സ്ഥാപനങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ പുരോഗതി, രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി, കോത്താരി കമ്മീഷൻസ്, ദേശീയ വിദ്യാഭ്യാസ നയം 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. 2009 ഓഗസ്റ്റ് 26 പാസ്സാകുന്നു. സാംസ്കാരികം, സംഗീതം, ലളിതകല, സാഹിത്യം, ബുക്ക് ട്രസ്റ്റ്, വിദേശ നയം, ചേരിചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തന്നെ ടാഗോറിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞു, ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം നമ്മൾ പഠിച്ചു, വർഗീയതകൾ ഒരു പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു, നാട്ടുരാജ്യങ്ങളെ സംയോജനം, വി.പി. മേനോൻ്റെ കാര്യം പറഞ്ഞു, വെരി ഇമ്പോർട്ടൻറ്റ് വിഭജനം സിനിമയിൽ. പിന്നെ 54 ഫ്രാൻസ് ഇവിടെ നിന്ന് പോയത്, പോർച്ചുഗൽ 61 ഓപ്പറേഷൻ വിജയ്, വി.കെ. കൃഷ്ണമേനോനായിരുന്നു ഈ സമയത്ത് പ്രതിരോധ മന്ത്രി, പോലീസ് ആക്ഷൻ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. വി.പി. മേനോനെക്കുറിച്ചും പട്ടേലിനെക്കുറിച്ചും പറഞ്ഞു. ഭരണഘടനാ രൂപീകരണം രാജേന്ദ്ര പ്രസാദ്, ബി.ആർ. അംബേദ്കർ, നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. പോറ്റി ശ്രീരാമലു 58 ദിവസം നിരാഹാരം കടന്ന് മരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം 1953 രൂപീകരിച്ചു. 56 നവംബർ 1 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു. ഇന്ന് 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റം കണ്ടു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15. 51 പഞ്ചവത്സര പദ്ധതികൾ വരുന്നു. ബിലായ്, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ കണ്ടു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഒരുപാട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ നെഹ്റു, വിക്രം സാരാഭായൊക്കെ ചേർന്നുണ്ടാക്കിയതാണ്. ISROയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതാണ് വിക്രം സാരാഭായി. രാജ രാമണ്ണ അത് നമ്മൾ ഓർക്കുക. ആര്യഭട്ട കണ്ടു 75 ഏപ്രിൽ 19. വിക്രം സാരാഭായി, APJ അബ്ദുൽ കലാമിനെ കണ്ടു. വിദ്യാഭ്യാസ പുരോഗതി കമ്മീഷൻസിനെ കണ്ടു. 86 ദേശീയ വിദ്യാഭ്യാസ നയം കണ്ടു. മൗലാന അബ്ദുൽ കലാം ആസാദ്, നവംബർ 11 വിദ്യാഭ്യാസ ദിനം. സാംസ്കാരിക നേട്ടങ്ങൾ, പിന്നെ നമ്മുടെ സാംസ്കാരികമായ സ്ഥാപനങ്ങൾ കണ്ടു. വിദേശ നയം കണ്ടു. ചേരിചേരായ്മ കണ്ടു. പിന്നെ നമ്മളുടെ വിദേശ നയത്തിൻ്റെ പ്രധാന ആശയങ്ങൾ കണ്ടു. പിന്നീട് പഞ്ചശീല തത്വങ്ങൾ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.